കഴിഞ്ഞ 2 ദിവസമായി കേരളം ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നു. അതായത് ഇഡിയുടെ അന്വേഷണം പണം വാങ്ങി ഒതുക്കാൻ ഇടപെട്ടിരുന്നയാൾ അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരാണ് എന്ന വിജിലൻസിനൊരു സൂചന ലഭിക്കുന്നുണ്ട്. രഞ്ജിത്തിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായും സംഘം പറയുന്നുണ്ട്. ഒപ്പം തട്ടിയെടുത്ത പണം ഹവാലയായി കടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ വിജിലൻസിന്റെ തീരുമാനമായിരിക്കുന്നത്. അർച്ചന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അർച്ചന, അതായത് ഈ ഹവാലയ്ക്കായി പണം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഹവാല പണമായി കടത്തി എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതാ രഞ്ജിത്ത് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് രഞ്ജിത്ത് രഹസ്യ ആപ്പ് വഴിയാണ് ഈ ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിരുന്നത്, പ്രത്യേകിച്ചും ഈ തെളിവ് നശിപ്പിക്കാൻ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഇത് കുറച്ചു കാലമായിട്ട് തുടരുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് വിജിലൻസിന്റെ ഒരു നിഗമനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ? ഭദ്ര, തീർച്ചയായും രഞ്ജിത്ത് വാര്യർ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുരുക്കാകുന്നത് ഇഡിക്ക് തന്നെയാണ്. കാരണം ഇഡിയുടെ വിശ്വാസം തന്നെയാണ് ഇതിൽ നശിക്കുകയും ചെയ്യുന്നത്. കാരണം അത്രത്തോളം ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള ആളാണ് ഈ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇയാൾ കൂടുതൽ ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ ഇത്തരത്തിൽ ഇയാൾ എല്ലാ സഹായവും ചെയ്തു നൽകിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പിന്റെയും അപ്പോൾ കൈക്കൂലി കേസിലും മുഖ്യ സൂത്രധാരൻ രഞ്ജിത്ത് വാര്യർ എന്ന ഒരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. പ്രധാനമായും 1 കോടി രൂപയോളം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരിൽ നിന്നും ഇത്തരത്തിൽ ഈ തുക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്യുകയാണ്. കൂടുതൽ ആളുകൾ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. പലരും ഭയന്നാണ് ഇത്തരത്തിൽ പരാതി നൽകാതിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു കേസ് വന്നതോടുകൂടി കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ നിർണായക വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇഡി ഉദ്യോഗസ്ഥർ സൂക്ഷിക്കേണ്ട പല രേഖകളും രഞ്ജിത്തിന്റെ കൈകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല 30-ലധികം വരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടിൽ ആളുകളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ഇതിന് സൂത്രധാരനായി നിന്നത് രഞ്ജിത്താണെന്നാണ് ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കുന്നത്. രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാത്രമല്ല 1-ാം പ്രതിയായ ശേഖർ കുമാറിന് ഈ രഞ്ജിത്തും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ വലിയ രീതിയിൽ ബന്ധമുള്ള ആളുകളാണ്. അത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി രഞ്ജിത്തിന് പരിചയമുണ്ട്. ഇവരെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇത്തരം നടപടിയിലേക്കാണ് ഇനി അടുത്ത ഘട്ടത്തിൽ കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും 3 പേരെയും ഉടൻ തന്നെ ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുകൂടാതെ തന്നെ ശേഖർ കുമാറിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കാരണം ശേഖർ കുമാറിന്റെ പങ്ക് അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം ഇഡി ഉദ്യോഗസ്ഥനാണ്. അയാൾ ഇത്തരത്തിൽ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാത്രമല്ല ഈ രഞ്ജിത്ത് വാര്യരുടെ ഫോൺ അടക്കം ഡിജിറ്റൽ തെളിവായി മുന്നോട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയ്ക്കായി മൊബൈൽ ഫോൺ അയച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ നിർണായകമാകും. ഇത്തരത്തിൽ ആരിൽ നിന്നൊക്കെ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെയായി ഇത്തരത്തിൽ ഏജന്റുമാരായി പ്രവർത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത്. കൂടുതൽ ആളുകളുടെ പങ്ക് കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകുകയാണ്. കൂടുതൽ പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഉദ്യോഗസ്ഥർ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നതാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. മാത്രമല്ല അനീഷ് ബാബു കഴിഞ്ഞ ദിവസം ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേര് കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇയാളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്.